സെക്കൻഡ് ഇയർ പഠിക്കുന്ന 2 കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി വിൽ ആസ്ക് ദം അവരുടെ റിവ്യൂ, അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? തൻവീറ. തമന്ന. എവിടെ നിന്നാണ് സ്ഥലം? നാട്ടിൽ മലപ്പുറം. ഇപ്പൊ ഏത് ഇയർ പഠിക്കുന്നത്? ഫൈനൽ ഇയർ, ഫിഫ്ത് ഇയർ ആണ്. നിങ്ങൾക്ക് കസാക്കിൽ വന്നിട്ട് ഇപ്പം 5 വർഷമായി. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല കൺട്രിയാണ്, സേഫാണ്, ഗേൾസിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ക്ലൈമറ്റ് ഓക്കെയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റലാകുമ്പോൾ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്റ്റൽ തന്നെയാണോ? അതെ. പുറത്താണോ? അല്ല, 5 വർഷമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തന്നെയാണ്? അല്ല, ഇടയിൽ അപ്പാർട്ട്മെന്റ് നിന്ന്. ഇങ്ങോട്ട് വരാനുള്ള കാരണം? കുറച്ചുകൂടി സേഫാണ്, പിന്നെ യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ്. വാക്കബിൾ ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ എടുക്കുന്ന ടീച്ചേഴ്സാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര പിള്ളേരാണുള്ളത്? 10. 10 കുട്ടികളുള്ള ക്ലാസ്സിലല്ലേ? 10 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. ഒരു ക്ലാസ്സിനകത്ത് 10 കുട്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ 60-70 കുട്ടികളില്ല. അപ്പോൾ 10 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എക്സാംസ് ഒക്കെ എത്ര സമയം കൂടുമ്പോഴാണ് വരുന്നത്? സെം വൈസ് ആണ് എക്സാം വരുന്നത്. നാട്ടിലൊക്കെ പോകുന്നതോ? ഇയർലി ഒരു പ്രാവശ്യം ഇയർലി. മിസ് ചെയ്യുന്നുണ്ടോ നാടിനെ? അത്രമാത്രം ഒന്നുമില്ല. ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരും കുഴപ്പമൊന്നുമില്ല. ആളുകളുടെ കമ്പനി ആവുന്നുണ്ട്, ഫ്രണ്ട്ലി ആണ് ആളുകളൊക്കെ. ഇപ്പൊ നിങ്ങൾ 5th ഇയർ ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഈ FMGന് കോച്ചിങ് ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ? അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, കിട്ടാറുണ്ട്? ഇടയ്ക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് ഒക്കെ. നമുക്ക് നാട്ടിലുള്ള ഫാക്കൽറ്റീസ് വന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ക്ലാസ് എടുക്കും. ഇപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണ് ആസ് എ ഡോക്ടർ? ലാസ്റ്റ് ഫൈനൽ എത്തിയപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നല്ല ഡോക്ടറായി എന്നുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇനി ഇതും കൂടി തീരട്ടെ, ഹാപ്പിയാവും. PG ചെയ്യുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട്? PG ചെയ്യണം എന്നുണ്ട്. ക്വാളിഫൈഡ് PG ചെയ്യണമെന്നുണ്ട്. ഇന്ത്യയിലാണോ ഇവിടെ തന്നെ ചെയ്യണമെന്നുണ്ട്? ഇന്ത്യയിലാണ് ചെയ്യണം. ദിസ് ഈസ് ദ റിവ്യൂ. ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ക്ലൈമാറ്റ്, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ കൾച്ചറിന് ഒരു പ്രത്യേകത കൂടി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ എന്ന് പറഞ്ഞു മറ്റ് ഈ റഷ്യയുടെ കീഴിലുള്ള കൺട്രികളൊക്കെ ഉള്ള പോലെ തന്നെ, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ പോലുള്ള കൺട്രിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു? ഇവിടെ യൂറോപ്പിനാണ്. കാരണം ഇവിടെയുള്ള മനുഷ്യന്മാരാണ് കൂടുതലുള്ളത്. മൈഗ്രേറ്റ് ചെയ്ത് വന്നവര് റഷ്യൻസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അൽമട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സിറ്റി ആയതുകൊണ്ട് തന്നെ ജോബിന് വേണ്ടി വന്നവരൊക്കെ ഉള്ളത്. അതുകൊണ്ട് കൾച്ചർ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സ്റ്റൈലാണ്. ഒരു മുസ്ലിം രാജ്യമാണെങ്കിലും യൂറോപ്യൻ കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ?